നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതർ എന്ന ചാപ്റ്ററിലെ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ എന്ന ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കയറി കാണാം, അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓർഡറിലേക്ക് കാണാം. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഫ്രം ഹാലോ അരീൻസ് ആണ്. ഫ്രം ഹാലോ അരീൻസ്. ഹാലോ അരീൻ എന്താണെന്നൊക്കെ നമ്മള് ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ടെസ്റ്റിൽ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞോട്ടെ. ഫ്രം ഹാലോ അരീൻസിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന ഈ പ്രോസസ് അറിയപ്പെടുന്ന പേരാണ് ഡൗസ് പ്രോസസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇനിയുള്ള എക്സാം ഒക്കെ എഴുതുമ്പോഴത്തേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഡൗസ് പ്രോസസ് അറിയപ്പെടുന്ന പേരാണ് ഡൗസ് പ്രോസസ്. ശരിക്കും ഒരു നെയിം റിയാക്ഷൻ ആണ്, പക്ഷെ ടെസ്റ്റിൽ എന്തുകൊണ്ട് കൊടുത്തിട്ടില്ലെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഫ്രം ഹാലോ അരീൻസ് തുടങ്ങാം. അപ്പൊ നോക്കിയാണ്, ഞാനൊരു ഹാലോ അരീൻ എടുക്കുകയാണ്, ഒരു ക്ലോറോ ബെൻസീൻ എടുക്കുകയാണ്. ഒരു ക്ലോറോ ബെൻസീൻ എടുത്തു. ഓക്കെ, ഈ ക്ലോറോ ബെൻസീനെ ഞാൻ എന്ത് അറിയാമോ, സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യണം. സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോഴ് എനിക്ക് എന്തെന്ന് അറിയാമോ, എനിക്ക് സോഡിയം ഫീനോക്സൈഡ് കിട്ടും. അത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. തൽക്കാലം ജസ്റ്റ് ഒന്ന് കേട്ടിരി. ഓക്കെ, ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, ക്ലോറോ ബെൻസീൻ എന്ത് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്തു. ഇതൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. 623 കെൽവിൻ ടെമ്പറേച്ചർ ആയിരിക്കണം. മാത്രമല്ല 300 atm പ്രഷർ ആയിരിക്കണം. ഈ സമയത്ത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. എങ്ങനെയാണ്? ക്ലോറോ ബെൻസീനെ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യണം. എങ്ങനെ? ഇൻ ദ പ്രസൻസ് ഓഫ് 623 കെൽവിൻ ടെമ്പറേച്ചർ അറ്റ് 300 atm പ്രഷർ. അപ്പൊ ഇത്രയും പ്രഷറിലും ഇത്രയും ടെമ്പറേച്ചറിലും റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോഡിയം ഫീനോക്സൈഡ് കിട്ടുന്നത്. സോഡിയം ഫീനോക്സൈഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സോഡിയം ഫീനോക്സൈഡ്. ഓക്കെ, ഇനി ഇതെങ്ങനെ പ്രിപ്പറേഷൻ പറഞ്ഞുതരാം, ജസ്റ്റ് കേട്ടോ. അപ്പം ഈ കിട്ടുന്ന സോഡിയം ഫീനോക്സൈഡില്ലേ, ഈ സോഡിയം ഫീനോക്സൈഡിൽ നിന്ന് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ പോണേ? നമ്മുടെ ഫീനോൾ പ്രിപ്പയർ ചെയ്യാൻ പോണേ. എങ്ങനെ പറഞ്ഞുതരാം, നോക്കിയാണേ. ഓക്കെ, നമുക്ക് കിട്ടിയില്ലേ സോഡിയം ഫീനോക്സൈഡ് ONA+. ഇത് നമ്മൾ എന്തറിയാമോ, ഒരു അസിഡിഫിക്കേഷൻ നടത്തും. HCl ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോഴ് എനിക്ക് ആരെ കിട്ടും? എനിക്ക് കിട്ടേണ്ട ഫീനോൾ കിട്ടും. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പം ഒരിക്കലും പറഞ്ഞോട്ടെ. ക്ലോറോ ബെൻസീൻ എടുക്കും. ക്ലോറോ ബെൻസീൻ എന്ത് ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. എപ്പോഴാണ്? 623 കെൽവിൻ ടെമ്പറേച്ചറിലും മാത്രമല്ല 300 atm പ്രഷറിലും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? സോഡിയം ഫീനോക്സൈഡ്. ഇതാണ് സോഡിയം ഫീനോക്സൈഡ്. ബെൻസീൻ എടുക്കും, അതിന്റെ മണ്ടയിൽ ഒരു Oയും NAയും. ഇതാണെന്ത്? സോഡിയം ഫീനോക്സൈഡ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? അസിഡിഫിക്കേഷൻ നടത്തും. HCl ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ എനിക്ക് ആരെ കിട്ടും? നമ്മുടെ ഫീനോള് കിട്ടും. ഇത് എങ്ങനെയാണ് നടക്കണമെന്ന് പറഞ്ഞുതരാമേ, നോക്കട്ടെ. ഓക്കെ, നമുക്കിനി മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം ചെയ്തു ഒരു ക്ലോറോ ബെൻസീൻ എടുത്തു. കണ്ടാ, ക്ലോറോ ബെൻസീൻ ഞാൻ സ്ട്രക്ചർ ആയിട്ട് വരച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഒരു ക്ലോറോ ബെൻസീൻ എടുത്തു. ഈ ക്ലോറോ ബെൻസീൻ എന്തിനാ പറഞ്ഞേ? ഞാൻ NaOH റിയാക്ട് ചെയ്യാൻ പറഞ്ഞല്ലേ. അപ്പം ഈ NaOH ഞാൻ പറഞ്ഞു ഹൈ ടെമ്പറേച്ചർ ആണല്ലേ, 623 കെൽവിൻ ടെമ്പറേച്ചറും 300 atm പ്രഷറും. ആ സമയത്ത് എന്തെന്നറിയാമോ, ഇത് ബ്രേക്ക് ആയി Na+OH മനുഷ്യരാക്കി നിൽക്കും. അപ്പോഴെന്തായി? OH- ആയി. ഈ OH- ഇനി നമുക്ക് ആവശ്യം. നോക്കിയോ, ഈ OH- മൈനസ് ചാർജ് അല്ലേ. അപ്പൊ എന്താണ്? അതിനൊരു പ്രോട്ടോൺ വേണം. അപ്പൊ ഇതിന് ഒരു H+ വേണം. അപ്പൊ ഈ OH- എന്ത് ചെയ്യും? നേരെ ഇവിടെ നോക്കുമ്പം ഇവിടെ ഉണ്ടാ H+ ഉണ്ടാ? ഇല്ല. ഈ കാർബണുള്ള 1 2 3 4 ബോണ്ട് ആയല്ലോ. സോ അവിടെ എന്തില്ല? ഇവിടെ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ അവിടെ വരാൻ പറ്റുമോ? ഇല്ല. തൊട്ടടുത്തുണ്ട് ഈ 2 ഓർത്തോ പൊസിഷനില് ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ ഈ ഹൈഡ്രജനെയോ അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഈ OH- എടുക്കും. അപ്പൊ എങ്ങനെ എടുക്കും അറിയാമോ? ഇത് എങ്ങനെ എടുക്കണെന്ന് വെച്ചോ. ഇത് എങ്ങനെ എടുക്കും? ഇത് H+ ആയിട്ടേ പുറത്തു പോകാൻ പറ്റൂ. H+ ആയിട്ട് പോയി എന്ത് ചെയ്യും? H+ ആയിട്ട് പോയിട്ട് OH- ആയിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടായി പോകും. അപ്പൊ ഈ H+ ആയിട്ട് പോകാൻ എന്താ അർത്ഥം? ഇവിടെ അതായത് ഈ CH ഉണ്ടായിരുന്ന ഇലക്ട്രോണിനെ ഈ കാർബണിന് തന്നെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണേ? H+ ആയിട്ട് പോണേ. നോക്കിയാണേ, CH ഉണ്ടായിരുന്ന ആ ബോണ്ടിൽ ഇലക്ട്രോണിനെ കാർബണിന് തന്നെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണേ? H+ ആയിട്ട് പോണേ. അപ്പൊ ഈ കാർബൺ എന്ത് കിട്ടി? ഒരു നെഗറ്റീവ് ചാർജ് ഇല്ലേ. ഈ നെഗറ്റീവ് ചാർജ് എന്തെന്നറിയാമോ? ഈ നെഗറ്റീവ് ചാർജ് നേരെ എന്ത് ചെയ്യും? ഇവിടെ വന്ന് കയറും. അപ്പൊ എന്താവും? അവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകും. വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ബോണ്ട് പിന്നെ ഇവിടെ. ഓക്കെ,
നമ്മൾ സ്ട്രക്ചറായി നോക്കിയാണെ ഇവിടെ എച്ച് ഇല്ല, ബാക്കി എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ കാർബണിന് ഇപ്പൊ 1 2 3 4 5 ആയില്ലേ? അങ്ങനെയൊക്കെ സമ്മതിക്കോ? അങ്ങനെയൊക്കെ സമ്മതിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ക്ലോറിൻ അടിച്ച് വെളിക്കളയും. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ എന്തായി? ഇതുപോലെ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബെൻസൈൻ. ബെൻസൈൻ വിളിക്കാനുള്ള കാരണം എന്താണ്? ബെൻസൈൻ എന്ന് വിളിക്കും. കാരണം എന്താണ്? ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ബെൻസൈൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്ത് കിട്ടി? നമ്മുടെ ബെൻസൈൻ കിട്ടിയില്ലേ? ഈ ബെൻസൈന് എന്ത് ചെയ്യും? അടുത്ത OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ഈ OH മൈനസ് എന്തെന്ന് അറിയാമോ? നേരെ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്തിട്ട് വേണ്ട ഈ കാർബണിൽ കയറും. അപ്പൊ എന്താ? OH മൈനസ് ആവും. OH മൈനസ് ആവും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ വീണ്ടും 1 2 3 4 5 ആയില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? തിരിച്ചെടുത്ത് ഇവിടെ കൊടുക്കും. അപ്പൊ എന്താവും? ഇവിടെ വീണ്ടും മൈനസ് വരും. ശ്രദ്ധിക്കണേ, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയിരുന്നു. OH എന്ത് ചെയ്യും? OH മൈനസ് നേരെ വന്ന് ഈ കാർബൺ അറ്റാക്ക് ചെയ്ത് OH മൈനസ് ഇവിടെ കയറും. അങ്ങനെ കയറുമ്പം ഇവിടെ ഉണ്ടായിരുന്ന ട്രിപ്പിൾ ബോണ്ട് വീണ്ടും 5 ആയിപ്പോവും. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും? ഈ ബോണ്ട് ഇലക്ട്രോണിനെ തിരിച്ചെന്ത് ചെയ്യും? ഈ കാർബണിന് കൊടുക്കും. അപ്പൊ ഈ കാർബൺ എന്താണ്? വീണ്ടും മൈനസ് ചാർജ് ആയി. അപ്പൊ എന്തെന്നറിയാമോ? ഈ മൈനസ് മാറ്റാനായിട്ട് ഈ മൈനസ് മാറ്റാനായിട്ട് ഈ H പ്ലസ് ഇല്ലേ? ഈ H പ്ലസിനെ ഈ Hനെ എടുത്തോണ്ട് പോകും. എന്ത് ചെയ്യും? Hനെ എടുത്തോണ്ട് പോയി അങ്ങ് പോകും. അപ്പൊ എന്താവും? ഇവിടെ O മൈനസ് ആകും. അങ്ങനെയാണ് എന്താണ് ഇവിടുത്തെ H പ്ലസ് പോണേ. ഇവിടുത്തെ H പ്ലസ് എന്ത് ചെയ്യും? ഈ മൈനസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് പുറത്തു പോകും. അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? Oക്ക് മൈനസ് ആവും. ഇവിടെ ആര് വരും? നമ്മളെ NaOH ഇല്ലേ? അതിൽ Na പ്ലസ് ഉണ്ടല്ലോ. ഈ Na പ്ലസ് എന്ത് ചെയ്യും? ഇവിടെ വരും. ഇങ്ങനെയാണ് എന്തുണ്ടാവണേ? നമ്മുടെ സോഡിയം ഫീനോസൈഡ് ഉണ്ടാവണേ. ഓർമ്മ ആദ്യം വരച്ചത് ക്ലോറോ ബെൻസീനെ NaOH റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? ഒരു സോഡിയം ഫീനോസൈഡ് ഉണ്ടാവും പറഞ്ഞില്ലേ? അത് ഉണ്ടാവുന്ന സ്ട്രക്ചറാണ് ഈ കാണിച്ചത്. ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബാക്കിയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ONA ഇതെന്ത് ചെയ്യാം? നമ്മുടെ ബെൻസീൻ. ഇനി മൊത്തം വരയ്ക്കണ്ടല്ലോ. ഇതെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ് നമ്മുടെ സോഡിയം ഫീനോസൈഡ് കിട്ടി നമ്മൾ എന്ത് ചെയ്യണം? HCl ആയിട്ട് റിയാക്ട് ചെയ്യണം ആണല്ലോ. എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഈ Na പ്ലസും HCl മൈനസ് ആയിട്ട് NaCl ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു വാലൻസി ഇല്ലേ? ആ വാലൻസിൽ ആയി വരും? H പ്ലസ് വരും. അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ OH ഇവിടെ വരും. നമ്മളെ ഫീനോളായി പ്ലസ് NaCl. ഇങ്ങനെയാണ് എന്ത് സംഭവിക്കണേ? നമ്മുടെ ഫീനോള് പ്രൊഡ്യൂസ് ആവണേ. എവിടെ? ഡൗസ് പ്രോസസ് അല്ലെങ്കിൽ ഫ്രം ഹാലോ അരീൻസ്. ഓക്കെ, അടുത്തോട്ട് പോവാം. മാക്കണേ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നോക്കാം. നമ്മുടെ ഫിനോൾ പ്രിപ്പറേഷൻ ഫ്രം ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീൻ സൾഫോണിക് ആസിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ആദ്യം ഒരു ബെൻസീൻ എടുക്കാം. ശരിക്കും ഇത് ഇത്രയും വേണ്ട, എന്നാലും ബെൻസീൻ എടുക്കാം. ബെൻസീനെ നമ്മൾ എന്തെന്നറിയാമോ? ഒലിയമായിട്ട് റിയാക്ട് ചെയ്യും. ഒലിയം പഠിച്ചതല്ലേ? എവിടെ? പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡില് എന്താണ്? H2SO7 അല്ലേ? H2SO7 ആണ് എന്ത്? ഒലിയം. പഠിച്ചതാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് പി ബ്ലോക്ക് എലമെന്റില്. അപ്പൊ നമുക്ക് എന്ത് അറിയാമോ? നമുക്കൊരു ബെൻസീൻ സൾഫോണിക് ആസിഡ് തരും. ബെൻസീൻ സൾഫോണിക് ആസിഡ് തരും. നമുക്ക് എന്തായാലും ബെൻസീൻ സൾഫോണിക് ആസിഡ് തരും. എങ്ങനെയാണ്? നമ്മുടെ ബെൻസീനെ ഒലിയമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ആര് തരും? ബെൻസീൻ സൾഫോണിക് ആസിഡ് തരും. ഓക്കെ, ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ കിട്ടിയ ബെൻസീൻ സൾഫോണിക് ആസിഡ് ഇല്ലേ? അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഏതാ? NaOH ആയിട്ട് റിയാക്ട് ചെയ്യും. എങ്ങനെ? നേരത്തെ പോലെ മോൾട്ടൺ നല്ല ചൂട് ടെമ്പറേച്ചർ പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും എന്ത് ചെയ്യും? NaOH ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പം നേരത്തെ എന്താണോ പറഞ്ഞത് അതേപോലെ ഇവിടെ ക്ലോറിൻ അടുത്ത് സംഭവിച്ചാലേ ONA ഉണ്ടായില്ലേ? അതേ പ്രോസസ് തന്നെ വീണ്ടും നടക്കും. ഇവിടെ എന്ത് ചെയ്യും? ONA ഉണ്ടാകും. അത് നമ്മുടെ സോഡിയം ഫീനോസൈഡ് ഉണ്ടാവും. എങ്ങനെയാണ്? എക്സാക്ട്ലി സെയിം ഓഫ് ക്ലോറോ ബെൻസീൻ. ക്ലോറോ ബെൻസീനെ NaOH ആയിട്ട് റിയാക്ട് ചെയ്തപ്പം എങ്ങനെയാണോ ഇത് കിട്ടിയത് അതേപോലെ തന്നെ ഒരു സ്റ്റെപ്പിലും വ്യത്യാസമില്ല. അവിടെ ക്ലോറിന്റെ സ്ഥാനത്ത് എന്താവും? SO3H മൈനസ് ആകും. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അവിടെ Cl മൈനസ്, ഇവിടെ SO3H മൈനസ്. ഈ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കണില്ല. അതിനുവേണ്ടിയാണ് അത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തായാലും നമുക്ക് നമ്മുടെ സോഡിയം ഫീനോസൈഡ് കിട്ടും. ഇത് കിട്ടിയാൽ ബാക്കി നിങ്ങൾക്ക് അറിയാലോ. എന്ത് ചെയ്താൽ മതി? HCl ആയിട്ട് റിയാക്ട് ചെയ്യണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? H ഇവിടെ പോവും, NaCl പുറത്തു പോകും. അപ്പൊ എന്താവും? ഇവിടെ വരയ്ക്കാണ് ഞാൻ. OH ഉണ്ടാകും, നമ്മുടെ ഫീനോള് കിട്ടി, പ്ലസ് NaCl. ഓക്കെ,
ശ്രദ്ധിക്കണേ, ഇത് എന്ത് ചെയ്യും, ഇതിനെ NaOH റിയാക്ട് ചെയ്യും. കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്ത പോലെ സെയിം എന്ത് വരും, നമുക്ക് സോഡിയം ഫീനോസൈഡ് കിട്ടും. ആ സോഡിയം ഫീനോസൈഡ് നമ്മൾ എന്ത് ചെയ്യും, HCl റിയാക്ട് ചെയ്യും. നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് എന്ത് വരും, നമുക്ക് നമ്മളെ ഫീനോൾ വരും. ഇത്രയാണ് സെറ്റപ്പ്. സിമ്പിൾ അല്ലേ? എക്സാക്ട്ലി സെയിം ഓഫ് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീനിൽ എന്താണോ നടന്നത് അത് തന്നെയാണ് എന്ത് ചെയ്യണേ, ഇവിടെ SO3H സംഭവിക്കണേ. ഓക്കെ, അടുത്തതായിട്ട് പോവാം. നോക്കിയാണേ. ഓക്കെ, നമുക്കിനി അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡിലോട്ട് പോവാം. ഫ്രം ഡയസോണിയം സാൾട്ട്. അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ Na ഉണ്ടല്ലോ, Na2 സോഡിയം നൈട്രേറ്റ് NaNO2ഉം നമ്മൾ HCl കൂടെ കമ്പൈൻ ചെയ്ത് ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്തറിയാമോ, നൈട്രസ് ആസിഡ് HNO2 പ്രിപ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് കിട്ടാനാണ്. ഓക്കെ, Na2 സോഡിയം നൈട്രേറ്റും HClൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, HNO2 നൈട്രസ് ആസിഡ് കിട്ടും. നൈട്രസ് ആസിഡ്, നൈട്രിക് അല്ല, നൈട്രസ് ആസിഡ് കിട്ടും. ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യും, NaNO2 സോഡിയം നൈട്രേറ്റും HClയും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഞാൻ ആരെ പ്രൊഡ്യൂസ് ചെയ്യും, HNO2 നൈട്രസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കണേ, മാറ്റണേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അലിൻ എടുക്കുക. അലിനീൻ എന്താണെന്ന് ഞാൻ അമീനിന് പാഠം പഠിപ്പിച്ചോ പറഞ്ഞതാണ്, ഡിസ്പ്ലേ ചെയ്യാനില്ല. ബെൻസിന്റെ മണ്ടിൽ എന്തുണ്ട്, NH2 ഉണ്ട്. എന്ത് ചെയ്യും, ഇതിനെ അറിയാമോ, ഇതിനെ HNO2 ആയിട്ട് റിയാക്ട് ചെയ്യും. HNO2 ആയിട്ട് റിയാക്ട് ചെയ്യും. ഈ HNO2 എങ്ങനെ പ്രിപ്പയർ ചെയ്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ് NaNO2 സോഡിയം നൈട്രേറ്റും അതുപോലെ HCl തമ്മിൽ കമ്പൈൻ ചെയ്ത് ആരാ ഉണ്ടാക്കിയത്, HNO2 ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ടെസ്റ്റിൽ എന്ത് എഴുതിയിരിക്കണേ, NaNO2ഉം HCl എന്ന് എഴുതിയിരിക്കണേ. ഓക്കെ, അറ്റ് ടെമ്പറേച്ചർ 273 കെൽവിൻ മുതൽ 278 കെൽവിൻ ടെമ്പറേച്ചർ വരെ. നോക്കിയാണേ, അനിലീനെ ഞാൻ എന്ത് ചെയ്യും, നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. എങ്ങനെ പ്രിപ്പയർ ചെയ്താണ്, NaNO2ഉം HClയും തമ്മിൽ കമ്പൈൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത HNO2 എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു സാധനം കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്. നോക്കിയാണേ, എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു ബെൻസീൻ അതിന്റെ മണ്ടയില് നൈട്രജൻ, ഡബിൾ ബോണ്ട് നൈട്രജൻ, സിംഗിൾ ബോണ്ട് Cl, ഇവിടെ ഒരു പ്ലസ് മൈനസ് ചാർജും ഇവിടെ ഒരു പ്ലസ് ചാർജും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബെൻസീൻ ഡൈ അസോണിയം. ഡൈ എന്ന് വെച്ചാൽ രണ്ട്, അസോണിയം നൈട്രജൻ, ഡൈ അസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡ്. ഡൈ എന്ന് വെച്ചാൽ രണ്ട്, അസോണിയം നൈട്രജൻ. അപ്പം ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി, ഒരു വീഡിയോ പറഞ്ഞുതരാം. അനിലിൻ എടുക്കും, അതിനെന്ത് ചെയ്യും, HNO2 കമ്പൈൻ ചെയ്യും. എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞു. 273 കെൽവിൻ ടെമ്പറേച്ചറും ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് എന്ത് തരും, ബെൻസീൻ ഡയസോണിയം സാൾട്ട് തരും. ഓക്കെ, ബാക്കി മാറ്റി പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ അവിടെ കിട്ടിയ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. നോക്കിയാണ് നമ്മളെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇതിനെ ഞാൻ എന്ത് ചെയ്തറിയാമോ, ഹോട്ട് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. HOH H2O എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ്, ഒരു വാം വാട്ടർ, ചൂടുവെള്ളം എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. നോക്കിയാണ് ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നൈട്രജനും ഇവിടെ ഒരു കാർബൺ അല്ലേ, ഈ നൈട്രജനും കാർബണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. സോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും, ഇവിടെ ഒരു മൈനസ് ചാർജ് എഫക്ട് ഉണ്ട്, പ്ലസ് ഡെൽറ്റ മൈനസ് ഡെൽറ്റ എഫക്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ H പ്ലസ് OH മൈനസ് അല്ലേ, ഈ OH മൈനസ് നിന്നറിയാമോ, ഈ OH മൈനസ് എന്ത് ചെയ്യും, ഈ ഡെൽറ്റയുടെ അടുത്ത് വരും. അപ്പൊ എന്താവും, ഈ പ്ലസ് വരുമ്പോ എന്താവും, അവിടെ OH മൈനസ് ആകും. അവിടെ എന്ത് ചെയ്യും, നമ്മള് ഈ OH എന്ത് ചെയ്യും, ഈ പ്ലസിന്റെ അടുത്ത് പോയിട്ട് അവിടെ ഫീനോൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ആയില്ലേ, ഈ ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ ഈ നൈട്രജൻ എന്ത് ചെയ്യും, ഈ നൈട്രജൻ എന്താവും, നൈട്രജൻ ചാർജ് ഇല്ല, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ബോണ്ട് തരുന്നില്ല ആണല്ലോ. ആ സമയത്താണ് ഈ ക്ലോറിൻ അല്ലേ, ഈ ക്ലോറിൻ H കമ്പൈൻ ചെയ്ത് HCl പ്രൊഡ്യൂസ് ചെയ്ത് പോകും. നോക്കിയാണേ, അപ്പൊ നോക്കിയാണ് ഇവിടെ Cl പോയി. അപ്പൊ ഇവിടെയും എന്തില്ല, ബോണ്ട് തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ രണ്ടിനും എന്ത് ചെയ്യും, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കും. അപ്പൊ എന്താവും, N2 ഉണ്ടാകും. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും, നമ്മുടെ ഫീനോൾ പ്രൊഡ്യൂസ് ചെയ്യും, HCl പ്രൊഡ്യൂസ് ചെയ്യും, നൈട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ കൂടിയേ ഇവിടെ എങ്ങനെ ഇരുന്നാണ്, ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം അല്ലേ. ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഈ OH മൈനസ് എന്ത് ചെയ്യും, വന്ന് ഈ കാർബൺ അറ്റാക്ക് ചെയ്ത് ഇവിടെ ഫീനോൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ആയി പോകും. ഈ ബോണ്ട് ബ്രേക്ക് ആയി പോകുമ്പോഴത്തേക്കും ഇവിടെയും ബാലൻസ് കഴിയില്ല. അപ്പോഴാണ് ഈ ക്ലോറിൻ എന്ത് ചെയ്യും, ഈ ഇവിടെ നിന്ന് വിട്ട് H പോയിട്ട് HCl പ്രൊഡ്യൂസ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ബോണ്ട് കഴിയില്ല. അപ്പൊ N ഡബിൾ ബോണ്ട് N ആവും.
അപ്പൊ എന്താവും ഇവർ തമ്മിൽ കമ്പയർ ചെയ്ത് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ബെൻസീൻ ഡയസോഡിയം സാൾട്ടിൽ നിന്ന് ഇങ്ങനെ പ്രിപ്പയർ നോക്കി. ഇനി അടുത്ത് നോക്കാം ഫ്രം കുമ്മീൻ നോക്കിയാണേ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നോക്കാം ഫ്രം കുമ്മീൻ. കുമ്മീനിൽ നിന്നും എങ്ങനെ എന്ത് ചെയ്യാം, ഫീനോൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പം ഇതിന്റെ മെക്കാനിസം ഉണ്ടല്ലോ, ഈ കുമ്മീനിൽ നിന്നും ഫീനോൾ പ്രിപ്പയർ ചെയ്യണ ഈ മെക്കാനിസം അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെയെന്ന് അറിയാമോ, ഈ ജെഇ എക്സാം ഉണ്ടല്ലോ, ജെഇയുടെ അഡ്വാൻസ്ഡ് ഈ ഒരു എക്സാം, അങ്ങനെയുള്ള എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കുമ്മീന്റെ മെക്കാനിസം. ഈ കുമ്മീനിൽ നിന്നും കുമ്മീന്റെ പ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ കുമ്മീനിൽ നിന്നും എങ്ങനെ ഫീനോൾ പ്രിപ്പയർ ചെയ്യും അതിന്റെ മെക്കാനിസം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡ്വാൻസ്ഡ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ആ ഒരു സംഭവം നീറ്റിന്റെ ക്ലാസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ജെഇ നീറ്റിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ ഉടനെ തുടങ്ങും, അപ്പൊ ആ കൂട്ടത്തിൽ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കുമ്മിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ പറയുന്നുള്ളൂ. മെക്കാനിക്സ് ഞാൻ ഉറപ്പായിട്ടും എടുക്കും, അത് നീറ്റിന്റെ ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ, എന്താണ് കുമീൻ എന്ന് നോക്കാം. കുമീന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇവിടെ പറഞ്ഞ് ഇതിന്റെ ലെങ്ത് കൂട്ടണില്ല, ഇപ്പൊ തന്നെ കുറെ എന്റെ വിശ്വാസം. ഇതാണ് കുമീൻ. നോക്കിയാണേ, ഒരു ബെൻസീൻ കാണും, ആ ഡബിൾ ബോണ്ട് അല്ല കേട്ടാ, ഒരു ബെൻസീൻ കാണും, ആ ബെൻസീനിൽ CH3 CH CH3. ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അത് പറഞ്ഞുതരാം, നീറ്റിന്റെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ നോക്കിയാണേ, കുമീൻ എങ്ങനെയാണ്, ഒരു ബെൻസീൻ കാണും, അതിന്റെ മണ്ടയിൽ CH3 CH CH3. ഇതാണ് എന്ത്, നമ്മുടെ കുമീൻ. ഈ കുമീനിന് ഞാൻ എന്ത് അറിയാമോ, ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും, എയറുമായിട്ട് റിയാക്ട് ചെയ്യും, എയർ. അപ്പൊ 2 O ഇല്ലേ, 2 O, ഈ 2 Oയും നേരെ വന്ന് എന്ത് ചെയ്യും, ഈ ഇവിടെ ഒരു CH ഉണ്ടല്ലോ, CH ഇങ്ങനെ ശരിക്കും ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ഈ 2 O കയറും. അപ്പൊ എങ്ങനെ വരയ്ക്കാം, CH3. ഇതിന്റെ മെക്കാനിക്സ് ഇമ്പോർട്ടന്റ് ആണ്, അത് ഞാൻ മറ്റേ ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, അവരാണ് പറയാത്ത. പ്ലസ് 2 നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്യും, ഈ 2 O ചേർത്ത് വരയ്ക്കുക, അതിന്റെ അപ്പുറത്ത് EH കഴിഞ്ഞു. ഓക്കെ, ഒരു കൂടിയേ 2 O ഉണ്ട്, O2 ആണ്. എങ്ങനെ കയറും, നേരെ ഈ 2 O എന്ത് ചെയ്യും, ഇതിന്റെ ഇടയിൽ കൊണ്ട് വരച്ചു കൊടുത്താൽ മതി. ഇതിനെ വിളിക്കുന്ന പേരാണ് കുമ്മീൻ ഹൈഡ്രോ പെറോക്സൈഡ്. കുമ്മീൻ ഹൈഡ്രോ പെറോക്സൈഡ്. കുമ്മീൻ അല്ലേ ഇത്, കുമ്മീൻ ആണ്. പിന്നെ ഇതൊരു ഹൈഡ്രോ പെറോക്സൈഡ്, 2 O ഉണ്ട്, ഹൈഡ്രോ പെറോക്സൈഡ്, കുമ്മീൻ ഹൈഡ്രോ പെറോക്സൈഡ്, കുമ്മീൻ ഹൈഡ്രോ പെറോക്സൈഡ്, കുമ്മീൻ ഹൈഡ്രോ പെറോക്സൈഡ്. ഇതാണ് നമ്മുടെ കുമ്മീൻ ഹൈഡ്രോ പെറോക്സൈഡ്. ഓക്കെ, ഇത് മാറ്റിട്ട് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ഇനി എന്തെന്ന് അറിയാമോ, നമ്മുടെ കുമ്മീൻ ഹൈഡ്രോ പെറോക്സൈഡിലെ അതിന് ഒരു ആസിഡായിട്ട് റിയാക്ട് ചെയ്യാം, H+ ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. ഒരു ആസിഡായിട്ട് റിയാക്ട് ചെയ്യും. ഇത് സംഭവിക്കുന്നത് അറിയാമോ, നമ്മളെ ഫീനോൾ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ മെക്കാനിസം പറഞ്ഞാലേ ഇത് പൂർണ്ണമായിട്ടും ശരിയാവത്തുള്ളൂ. സോ ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്ത് ചെയ്യും, H+ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താവും, ഫീനോൾ ആകും. കൂടെ CH3 CO CH3 CH3 C ഡബിൾ ബോണ്ട് O CH3. ഇതാണ് നമ്മൾ അസറ്റോൺ. ഒരു കീറ്റോൺ പ്രൊഡ്യൂസ് ചെയ്യും, ആ കീറ്റോൺ എന്ത്, അസറ്റോൺ ഉണ്ടാവും. അപ്പൊ ആരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും, കുമ്മിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടും, അസറ്റോണും കിട്ടും, ഫീനോളും കിട്ടും. അസറ്റോണും കിട്ടും, ഫീനോളും കിട്ടും. ഓക്കെ, അസറ്റോണും കിട്ടും, ഫീനോളും കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ജെഇ നീറ്റ് പോലുള്ള എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ മെക്കാനിസം. ഇതിന്റെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. നമുക്ക് പ്ലസ് 2 സംബന്ധിച്ചോടെ ഇത്ര മതി. ഓക്കെ, ഇതോടുകൂടി നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. എന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. മാത്രമല്ല ക്ലാസ്സുകൾ കൂടുതൽ തരാൻ പറ്റൂ. വീണ്ടും ക്ലാസ് ചെയ്യാൻ ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.